ഉച്ചയ്ക്ക് 1:39 ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം 1 മിനിറ്റിനകം അഹമ്മദാബാദിലെ മേഘാനി നഗറിൽ തകർന്നു വീണു. അടിയന്തര സാഹചര്യമുണ്ട് എന്ന് എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചതിന് തൊട്ടടുത്ത നിമിഷം വിമാനം കത്തിയമർന്നു. BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മെസ്സിന് മുകളിലാണ് വിമാനം തകർന്നു വീണത്. മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ചില വിദ്യാർത്ഥികൾ മരണപ്പെട്ടു. പലർക്കും ഗുരുതരമായി പരിക്കേറ്റു. ബോയിങ്ങിന്റെ 787-8 ഡ്രീംലൈൻ വിമാനം ഇതുവരെ ഇത്തരം വൻ അപകടത്തിൽപ്പെട്ടിട്ടില്ല. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാണി ഉൾപ്പെടെ 169 ഇന്ത്യക്കാരും 53 ബ്രിട്ടീഷ് പൗരന്മാരും 7 പോർച്ചുഗീസുകാരും 1 കനേഡിയൻ പൗരനും ഉൾപ്പെടെ 230 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. हमको मैसेज मिला है कि ये प्लेन क्रैश हो गया है, उसमें विजय रूपाणी थे, लेकिन ये कंफर्म न्यूज नहीं है. हम तो बहुत चिंतित है, हम बाजू में ही रहते हैं, मैं ज्यादा नहीं बोल सकती. അപകട കാരണം ഇതുവരെ വ്യക്തമല്ല. സംഭവത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും ഉടൻ അഹമ്മദാബാദിലെത്തും. ദേശീയ ദുരന്ത നിവാരണ സേനയും CASFും സംസ്ഥാന പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അല്പസമയം നിർത്തിവെച്ചെങ്കിലും 4:30 പുനരാരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.